ഞങ്ങളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അതായത് ഒരു ബിൽഡർ നിർമ്മിച്ചു കൊടുക്കാത്ത, അതായത് ഒരു ക്ലയൻറ്റ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ച് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായത്തോടെ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചൊരു വീട്. ഇന്ന് അങ്ങനെ ഒരു വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടായിക്കോണത്തിനും അരിയൂട്ട് കോണത്തിനും ഇടയ്ക്കായിട്ടുള്ള സ്ഥലമുണ്ട്. അതും മെയിൻ റോഡ് സൈഡാണ്. റോഡിൽ നിന്ന് രണ്ടാമത്തെ വീടെന്ന് പറയാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓണർ തൃശ്ശൂർ സ്വദേശിയാണ്. ഇവിടെ UST ഗ്ലോബലിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. വൈഫ് TCSലായിരുന്നു. അങ്ങനെ അവർക്ക് ട്രിവാൻഡ്രത്തൊരു വീട് വേണം ജോലിക്ക് പോയി വരാൻ വേണ്ടിയിട്ടും. അങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് 5 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ജോലി അപ്ഗ്രേഡായിട്ട് ദുബായിലേക്ക് നല്ലൊരു ജോബ് കിട്ടുകയും അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ലീവ് കിട്ടുന്നത് വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ്. ആ സമയത്ത് അവർക്ക് തൃശ്ശൂർ സ്വന്തമായിട്ട് വീടുള്ളതിനാൽ ട്രിവാൻഡ്രത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അക്കാരണത്താലാണ് ഇത് സെയിൽ ചെയ്യുന്നൊരു പ്ലാനിലേക്ക് വന്നത്. അതുമാത്രമല്ല, ഇവിടെ താമസിച്ചിട്ടുള്ളവർ ഈ വീട് വെച്ചതിൻ്റെ പേരിൽ അവർ ഹൗസ് വാമിംഗ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ നിങ്ങൾക്കായിട്ട് വെച്ച് തന്നൊരു വീടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ക്വാളിറ്റിയിൽ ഒരു ആർക്കിടെക്റ്റിനെ വെച്ച് പ്ലാൻ വരച്ച് ഫുള്ള്, അതായത് വീടിൻ്റെ പ്ലാൻ മാത്രമല്ല, ഇലക്ട്രിക് ആണെങ്കിലും അതുപോലെ ഇൻറ്റീരിയർ ആണെങ്കിലും ഫുള്ള് പ്ലാൻ ചെയ്ത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായത്തോടെ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. നമുക്ക് 100% വിശ്വസിക്കാവുന്ന വീടാണ്. അപ്പോൾ നിങ്ങളുടെ 80 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വീട് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന വീടാണ്. ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് തന്നെ 6 മാസത്തിനകത്തേ ആവുന്നുള്ളൂ. അപ്പോൾ തികച്ചും പുതിയ വീടെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനൊന്നും ഡൊമസ്റ്റിക്കലായിട്ട് മാറ്റിയിട്ടില്ല. ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ മാറ്റി വയ്ക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ കാർ പാർക്കിംഗ് നോക്കുകയാണെങ്കിൽ 2 വണ്ടികൾക്ക് സുഖമായി കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം താന്തൂർ സ്റ്റോണാണ്, നാച്ചുറൽ സ്റ്റോൺ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫുള്ള് ചുറ്റും അതിലോടുകൂടി കൊടുത്തിരിക്കുകയാണ്. ഗേറ്റ് എല്ലാം GE ട്യൂബ്സാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് എലവേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ബോക്സി ആയിട്ട്, ഒരു 3 ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇവിടുത്തെ വിൻഡോസൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാൻലിവറിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ UPVC വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കുന്ന കമ്പനിയുടെയാണ്. അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല. അതെല്ലാം പുതിയതുപോലെ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴും 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്റിലേഷൻ പക്ക കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ നാച്ചുറൽ സ്റ്റോൺ പോലെ തോന്നിക്കുന്ന റെഡ് ബ്രിക്കിൻ്റെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടും അങ്ങനെ തന്നെയാണ്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ആ ഒരു ക്ലാഡിങ് വർക്ക് കാണാം. അപ്പോൾ ടോട്ടലി 3 ബോക്സി ടൈപ്പിലാണ് ഇവിടെ വിൻഡോസിൻ്റെ ഒരു വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോയും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈവനിങ് ഒക്കെ ഒന്ന് ഇരിക്കണമെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ബേ വിൻഡോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു സ്പേസും പുറത്ത് കൊടുത്തിട്ടുണ്ട്. അകത്തും അതുപോലെ ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലായിട്ടൊരു കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകും. നമ്മൾ ഈ കാർ പോർച്ചിലേക്ക് വരുമ്പോഴും ഇവിടെയും താന്തൂർ സ്റ്റോൺ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. മുകളിലായിട്ട് ഷീറ്റും അതുപോലെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടൊരു ഫൈബർ ഷീറ്റും കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിലേക്കും കൃത്യമായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടും 2 ലൈറ്റ്, കോബ് ലൈറ്റ് പോലെ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ഈ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ വലിയ ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷിലുള്ള ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും അതുപോലെ നമുക്ക് ക്ലാഡിങ് കാണാം. ആ ഒരു സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. റെഡ് ബ്രിക്കിൻ്റെ കറക്റ്റ് പക്ക റെഡ് ബ്രിക്കിൻ്റെ ഒരു ആ രീതിയിലുള്ളൊരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നടുക്കായിട്ടൊരു വിൻഡോ കാണാം. അപ്പോൾ ആ ഒരു കിച്ചണിലേക്കുള്ള നേരെ ലൈറ്റ് കിട്ടുന്നുണ്ട്. ഒരു കിച്ചണിലേക്കുള്ള ആക്സസ്, മെയിൻ ഫ്രണ്ടിലേക്കുള്ള ആ ആക്സസും കിട്ടുന്നുണ്ട്. ഇവിടെയും സ്വിച്ച് കാണാം, സ്വിച്ച് ബോർഡ് കാണാം. ലെഗ്രൻ എന്ന കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതായത് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അതുകൂടാതെ വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തികളും ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയം പോലും കറക്റ്റ് നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് വാതിലിലേക്ക് വരാം. കട്ടിളയും കതക് നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് തേക്കിലാണ്. അത് നല്ല നീളവും വീതിയുള്ള നല്ല സൈസുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ഒരു ആർച്ച് പോലെ കാണാം, ഒരു ഡോർ ആർച്ച്. അതിനകത്തായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ലിവിങ് ഏരിയയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരെ ഒരു ഫോയർ പോലെ കയറി വരുന്നത് വാതിലിന് നേരെ കറക്റ്റ് 4 അടി വീതിയിലൊരു ഫോയർ പോലെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയയുടെ ടൈൽ നോക്കുമ്പോൾ 4x2 സൈസ് തന്നെയാണ്. അതിൽ കജാരിയുടെ വെട്രിഫൈഡ് ടൈലാണ്. ഒരു മാറ്റ് ഫിനിഷാണ്. ഒരു ഗ്രേ ഫിനിഷ് പോലെ കാണാം ഒരു ഫിനിഷ് നോക്കുവാണെങ്കിൽ. അതുപോലെ ഒരു സീരീസിൽ വരുന്നതാണ്. എൻ്റെ സീരീസിൻ്റെ പേരെനിക്കറിയില്ല. അത് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ ഹൈറ്റ് വരുന്നത്. അതൊരു സിമെൻറ്റ് ടെക്സ്ചറിലാണ് ആ സീലിംഗ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് 6 കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെളിച്ചം കൃത്യമായിട്ട് പ്രകാശം ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. അതിന് ഡബിൾ ഹൈറ്റുമാണ്. നമുക്കിവിടെ ആയിട്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസും കാണാം. അതുപോലെ ഒരു ഷോക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫോയറിന് നേരെ തന്നെ ഒരു ഷോക്കേഴ്സും കാണാം. അതിനകത്ത് പെബിൾസൊക്കെ വിരിച്ചിരിക്കുകയാണ്. നമുക്ക് നേരെ ഇനി TV യൂണിറ്റിലേക്ക് വരാം.
ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് ഏരിയ വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെയാണ് 4x2 സൈസിലുള്ള ഈ ഒരു ഫിനിഷിലുള്ള കജാരിയുടെ വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് UPVC വിൻഡോയാണ്, ആർക്ക് എന്ന കമ്പനിയുടെ തന്നെയാണ്. അപ്പോൾ എല്ലാം ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ പുറമേ കാണുന്ന ഭാഗം അവിടെ ഇനി സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നതാണ്. പെയിൻറ്റ് ചെയ്തായിരിക്കും തരിക. അപ്പോൾ അതെല്ലാം നീറ്റാക്കി തരും. ഇവിടെ ഒരു കർട്ടനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഡിസൈൻ ആയിരിക്കും. കാര്യം നമുക്കിപ്പം അത്രയും വലിയൊരു വിൻഡോ ആണ്, നല്ല കൃത്യമായിട്ടുള്ള പ്രകാശം കിട്ടുന്നൊരു ഏരിയയും കൂടെയാണിത്. ഡൈനിങ് ഏരിയയുടെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഡബിൾ ഹൈറ്റ് അല്ല, പക്ഷേ ഇവിടെയും 4 കോബ് ലൈറ്റ് കൊടുത്ത് ഒരു സിമെൻറ്റ് ടെക്സ്ചർ തന്നെയാണ് ഇവിടുത്തെയും സീലിംഗ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ് ബേസിൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ആയിട്ട് തന്നെ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഫോയറിൽ വന്നിട്ട് ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ, അത് സെറ എന്ന കമ്പനിയുടെയാണ്, ടേബിൾ ടോപ്പാണ്. ഇവിടെ ഒരു അടിയിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ഒരു കോമൺ വാഷ്റൂം എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റ് റൂം എന്ന് പറയാം, റെസ്റ്റ് റൂം കൊടുത്തിട്ടുണ്ട്. ഷവർ യൂണിറ്റൊന്നും കൊടുത്തിട്ടില്ല. അതും സെറയുടെയാണ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും വോൾ ഹാങ് അല്ലെങ്കിൽ വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ സെറയുടെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈൽ തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോണാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ ഡോറെല്ലാം FRP ഡോറാണ് ചെയ്തിരിക്കുന്നത്. പുറമേ കൊടുത്തിരിക്കുന്നതെല്ലാം സ്റ്റീൽ ഡോറാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുക്കളയിലേക്ക് വരാം. കിച്ചൺ, അത് ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നേരെ വരുന്ന ഭാഗത്ത് തന്നെ. അപ്പോൾ ഓപ്പൺ കിച്ചണായതുകൊണ്ട് നമുക്കൊരു ഫീലിൽ കറക്റ്റായി കിട്ടുന്നൊരു കിച്ചണാണ്. അലൂമിനിയം സ്ട്രക്ചറിലാണ് ഈ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടുള്ള മുകളിലായിട്ട് UV ഷീറ്റും കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് എല്ലാം G പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഹുഡ് ഹോബി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ UPVC വിൻഡോ കൊടുത്തിരിക്കുന്നത്, സ്ലൈഡിംഗ് ആയിട്ടുള്ള UPVC വിൻഡോ ആണ്. നല്ല ക്വാളിറ്റിയുള്ള വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് സ്റ്റാർക്കിൻ്റെ ഹവായ് സ്റ്റോർ കിട്ടുന്ന സ്റ്റാർക്കിൻ്റെ ഡോറാണ് ഇവിടുത്തെ സ്റ്റീൽ ഡോറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ്. അവിടെ ചെറിയൊരു ആർച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്വിച്ച് ബോർഡ് എല്ലാം ലെഗ്രൻഡ് തന്നെയാണ്. സ്റ്റോറേജ് സ്പേസ് എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് കട്ട്ലറി സ്പേസ് കാണാം. അതുപോലെ താഴെയായിട്ടും സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് കപ്പ് വയ്ക്കാനുള്ള അല്ലെങ്കിൽ സോസർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സ്പെക്കെല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ സെറയുടെ തന്നെയാണ് ടാപ്പെല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിങ്ക് വന്നിട്ട് സെറ തന്നെയാണ്. ഇവിടെ നമുക്ക് ഈ സ്റ്റിക്കറുകളെ കളയണം, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് സ്റ്റിക്കർ ഇരിക്കുന്നത്, അത് ബ്ലൂ കളറിലുള്ള. ഇവിടെയും ബാക്കി പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയോ അങ്ങനെ യൂസ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ സീലിംഗ് ചെയ്തിരിക്കുന്നത് ഒരു കോബ് ലൈറ്റ് ഉപയോഗിച്ചാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് സിമെൻറ്റ് ടെക്സ്ചർ തന്നെയാണ്. ഇവിടെ ആയിട്ട് 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിൽ. അപ്പോൾ നമുക്ക് നേരെ റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. റൂമിലേക്ക് വരുമ്പം ഇവിടെ ആയിട്ട് പോളി ക്യാബിൻ്റെയാണ് DB വരുന്നത്. ഇതിനകത്തുള്ള ELCB സ്വിച്ചൊക്കെ വരുന്നതെല്ലാം ലെഗ്രൻഡർ കമ്പനി തന്നെയാണ്. 3 ഫേസ് കണക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് 3 ഫേസിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ ഇവിടുത്തെ ഹാവൽസിൻ്റെയാണ് ബാക്കി വയറിംഗ് കണക്ഷനൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ റൂമിലേക്ക് വരാം. നമുക്കിവിടെ കാണുമ്പോൾ ഇവിടെ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു റൂം ഉണ്ടെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷേ ഒരു റൂം കുറച്ച് ഒളിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഗസ്റ്റ് റൂമാണ്. ആ ഗസ്റ്റ് റൂമിനുള്ളൊരു റെസ്റ്റ് റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂം നോക്കാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും FRP ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് വലിയ ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റൂമിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല സൈസുള്ള റൂം തന്നെയാണ്. ഏകദേശം 4 മീറ്റർ നീളവും അതുപോലെ 3.2 മീറ്റർ വീതിയുള്ള റൂമാണ്. ഇവിടെയും 4x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും മുകളിലായിട്ട് 4 കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സീലിംഗ് വന്നിട്ട് നമ്മുടെ വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, സിമെൻറ്റ് ടെക്സ്ചർ അല്ല. ഇവിടെ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കൊടുക്കുന്ന ബേ വിൻഡോയാണ് ഈ കാണുന്നത്. നമുക്കിവിടെ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കാൻ പറ്റുന്ന ഒരു നീളത്തിനാണ് ഇവിടുത്തെ ബേ വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം UPVC വിൻഡോസ് തന്നെയാണ്. അതുപോലെ എക്കോയും വളരെ കുറവാണ്. ഇവിടെ 2 വിൻഡോസ് കാണാം. ഇവിടെ ബെഡ് സ്വിച്ചിനുള്ള സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും നമ്മൾ ചെറിയ ഫോയറിലേക്ക് വരുവാണ്. ഇവിടെ മേക്കപ്പ് ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വുഡ് ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇതിനകത്തായിട്ട് ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാത്തിലും സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ടോ, ഇവിടെ ഒരു ഡ്രോയറും കാണാം. അപ്പോൾ നമുക്ക് തൊട്ട് ചേർന്ന് തന്നെ ഒരു FRP ഡോർ കൊടുത്തിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്രൗൺ കളറിലുള്ള 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കാണ്, സെറയുടെ തന്നെയാണ്. അതുപോലെ വോൾ മൗണ്ടഡ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിന് സെറയുടെ തന്നെയാണ്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ച് ഇതിനെ കൊടുത്തിട്ടുണ്ട്. അതാണ് വേറെ പ്രത്യേകത. ഇവിടെ ഹൈറ്റ് കുറച്ചിട്ടാണ് വെറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസുള്ള ഒരു വാഷ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് വരാം. ഇതാണ് ഒരു ഗസ്റ്റ് റൂം, ഒളിഞ്ഞിരിക്കുന്ന ഈ ഫോയറിനകത്തേക്കുള്ള റൂമാണ്. അപ്പോൾ നമുക്ക് ആ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുകയാണെങ്കിൽ വാഷ്റൂം അറ്റാച്ച്ഡ് അല്ല, ഓൾറെഡി കോമൺ
റെസ്റ്റ് റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യൽ റൂമാണ്. എനിക്ക് 100-110 സ്ക്വയർ ഫീറ്റ് വരുന്ന റൂമാണ്. ഏകദേശം ഒരു 12 12 9 ആ സൈസിൽ വരുന്ന റൂമാണ്. ഇവിടെയും വെട്രിഫൈഡ് ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും കജാരി എന്ന കമ്പനിയുടെ തന്നെയാണ്. ഇവിടെയായിട്ട് 2 സൈഡിലും ഈ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോ കൊടുത്തിട്ടില്ല, പക്ഷേ UPVC വിൻഡോയാണ്. നല്ല സ്പേസ് ഉള്ള വിൻഡോ, നല്ല വീതിയുള്ള വിൻഡോയാണ്. അപ്പോൾ നല്ല പ്രകാശം കിട്ടുന്നൊരു ഏരിയയും കൂടെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. നമുക്കൊരു വീട് വയ്ക്കുമ്പോൾ അത്രയും നീറ്റായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ താഴെയുള്ളത് 2 റൂമാണ്. ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് സിമെൻറ്റ് ബ്രിക്കിലാണ്. ഇതിൻ്റെ സിമെൻറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ACC സിമെൻറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ കല്ലിയത്തിൻ്റെ TMT ബാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ എല്ലാം നല്ല കമ്പനിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ നേരെ കാണുന്ന 2 പർഗോളകളാണ്. അപ്പോൾ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റിംഗ് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വരുന്നത് ഒരു അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ളായിട്ടും ഒരു ബ്രാൻഡഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയറിലേക്ക് വരുമ്പോഴും നല്ല വീതിയുള്ള ഒരു സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണയൊക്കെ നമ്മൾ കാണുന്ന രീതിയിൽ കുറച്ചുകൂടി മോഡേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയാണ്. അപ്പോൾ ഇതെല്ലാം GA ട്യൂബ്സിലാണ് ഈ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടോ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ബാൽക്കണി പോലെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം. ഇവിടെ വേണമെങ്കിൽ ചെയർ ഇടാനുള്ള സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഒരു കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ ലോക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വിൻഡോസിൽ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീണ്ടും മുകളിലേക്ക് വരാം. മുകളിലായിട്ടും ഈ ഡബിൾ ഹൈറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ഹൈറ്റ് കഴിഞ്ഞ് നേരെ നമ്മളൊരു ബ്രിഡ്ജിലേക്ക് വരികയാണ്. ഒരു പാലമാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബാൽക്കണിയും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ റൂമും ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചയിലേക്ക് വരാം. ഇത് FRP ഡോറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ താഴെ കണ്ട റൂം എങ്ങനെയാണോ അതുപോലത്തെ റൂം തന്നെയാണ്. സെയിം 4 മീറ്റർ നീളവും അതേപോലെ തന്നെ 3.2 മീറ്റർ വീതിയുള്ള റൂമാണ്. താഴെ കണ്ടപ്പോൾ വാർഡ്രോബ് പ്രത്യേകിച്ചൊരു ഫോയർ ഏരിയയിലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, നമ്മളുടെ റൂമിനോട് ചേർന്ന് തന്നെയാണ് വാർഡ്രോബ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ലാമിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബേ വിൻഡോ നമ്മൾ കണ്ട അതുപോലെ തന്നെ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം. അപ്പോൾ നല്ല കാറ്റും അതുപോലെ വെളിച്ചവും കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു നാച്ചുറൽ ഫീൽ കിട്ടണമെങ്കിൽ ഓപ്പൺ ചെയ്യണം. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ കിടക്കാനുള്ള ഒരു ബെഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് കാണാം. അതുപോലെ ബാക്കി 2 വിൻഡോസും UPVC വിൻഡോസ് തന്നെയാണ്. മുകളിലായിട്ട് കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ആയിട്ടൊരു മേക്കപ്പ് ഏരിയയാണ്. ഇതിനകത്ത് ചെറിയ പെബിൾസൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ FRP ഡോർ തന്നെ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം ഒരു ബ്ലാക്ക് കളറാണ്. ഒരു ബ്ലാക്കും ഗ്രേയും ഒരു ഡ്യുവൽ ടോണിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെയാണ്. ഇവിടെയും UPVC വിൻഡോസ് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. ഇവിടെ എല്ലാം ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വാഷ്റൂമിലെ കാഴ്ചകൾ. നമുക്ക് നേരെ ഇനി ബാൽക്കണിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ സ്പേസ് ഉണ്ട്. ഇവിടെയും സ്റ്റീൽ ഡോർ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ എനിക്കൊന്ന് 10-15 ലോക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി സെക്യൂർഡ് എന്ന് പറയാം. ഒരു പേടിയും വേണ്ട. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഏരിയയിലേക്ക് വരാം. ഇവിടെ ആയിട്ട് ഫുള്ള് ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷീറ്റ് ചെയ്തുകൊണ്ട് വെള്ളമൊന്നും വീഴത്തില്ല. അപ്പോൾ നമുക്ക് തുണി വിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അശ കെട്ടിയിട്ട് തുണി വിരിച്ചിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്ലൈഡിംഗ് ആയിട്ട് ഇവിടെ ഒരു ടൈൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഈ പാലത്തിലൂടെ അല്ലെങ്കിൽ ഈ കോറിഡോറിലൂടെ നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് പോകും. ഇവിടെ ആയിട്ട് ഈ ലോക്ക് ഇതും സ്റ്റീൽ ഡോറാണ്. ഇതിൻ്റെ ലോക്ക് സിസ്റ്റം കണ്ടോ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഡോർ ലോക്ക് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ ഡോറും FRP ഒന്നും ആയതുകൊണ്ട് ഇങ്ങനെ ഉളുത്ത് പോകുന്നു അല്ലെങ്കിൽ ചെതല് പിടിക്കുമെന്ന് അങ്ങനൊരു പേടിയും വേണ്ട. പിന്നെ ഫ്രണ്ട് ഡോർ തേക്കാണെങ്കിൽ അതും പേടിക്കാനില്ല. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയും ചെയ്തിരിക്കുന്നത് കജാരിയുടെ ഈ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ഈ മാറ്റ് ഫിനിഷുള്ള 4x2 സൈസുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലായിട്ട് കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 1 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് ഇവിടുത്തെ ഒരു കോബ് ലൈറ്റ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ കാണുന്നത് കാർ പോർച്ച് ഏരിയയാണ്. അപ്പോൾ കാർ പോർച്ചിലേക്കുള്ള ആ ഒരു കണക്ടർ റോഡ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവൈഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് കിട്ടുന്നതാണ്. നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന മെയിൻ റോഡാണ്. അപ്പോൾ മെയിൻ ലോറി അല്ലെങ്കിൽ എന്താണ് വലിയ ബസ്സുകൾ പോകാനുള്ള 2 ബസ്സുകൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന മെയിൻ റോഡാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് കാണുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് 2ാമത്തെ വീടാണ്. അപ്പോൾ എപ്പോഴും ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പം തന്നെയാണ്. ഇപ്പം USCയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഇൻഫോസിസിലേക്കാണെങ്കിലും അതുപോലെ ടെക്നോ പാർക്ക് ഇങ്ങനെയൊക്കെ പോകാൻ വളരെ സൗകര്യമുള്ള സ്ഥലമാണ്. ഇവിടുന്ന് 2 ഭാഗത്തൂടെയും പോത്തൻകോടേക്ക് പോകാൻ പറ്റും. നേരെ പോകുന്ന പോത്തൻകോടേക്ക് പോകാം. അതുപോലെ അത് കഴിഞ്ഞാൽ കാട്ടായിക്കുണ വഴി ശ്രീകാര്യത്തേക്ക് പോകാം, കിൻഫ്രയിലേക്ക് പോകാം. അതുപോലെ ഇതുവഴിയും പോകാം, കണിയാപുരം കയറി പോകാം. അങ്ങനെ
പല പല ഓപ്ഷനുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 പോകണമെങ്കിൽ നേരെ കണിയാപുരം വഴി പോയാൽ മതി. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അതിന് കണിയാപുരം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നേരെ മംഗലാപുരത്തേക്ക് പോകും. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. അതുപോലെ മുകളിലേക്കുള്ള ഡിസൈൻ നോക്കുവാണെങ്കിൽ ഫുൾ അവിടെയും ഈ ടൈൽ കൊടുത്തൊരു ഷെയ്ഡായിട്ട് ടൈലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭിത്തിയിലേക്ക് വെള്ളം പിടിക്കാനുള്ള സാധ്യതയില്ല. അതൊരു ടെക്സ്ചർ രീതിയിലാണ് ഇവിടുത്തെ ഭിത്തിയെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ വീടിന് ഒരു കോട്ട് കൂടെ പെയിൻറ്റ് ചെയ്യാനുണ്ട്. ആ പെയിൻറ്റിങ് എല്ലാം ചെയ്ത് ഒരു അടുത്ത നെക്സ്റ്റ് കോട്ടിങ് പെയിൻറ്റിങ് ചെയ്ത്, അതുകൂടാതെ അതിന് മുകളിൽ നമ്മൾ കാണിച്ചല്ലോ ഒരു സിമൻറ്റ് ടെക്സ്ചർ, ആ സിമൻറ്റ് ടെക്സ്ചർ വേണമെങ്കിൽ അതും വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് തരാം. അങ്ങനെയും ചെയ്ത്, അത് മാത്രമല്ല മതിലിൻ്റെ കാര്യങ്ങൾ, മതിലിലെ സിമൻറ്റ് പ്ലാസ്റ്ററിങ് ഇതെല്ലാം ചെയ്ത് നീറ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് വീട് തരിക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്പ്ലേയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്